മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും സർക്കാർ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാവുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരോഗ്യമന്ത്രിക്കുള്ള പിന്തുണ? CPM പൂർണ്ണമായും ആരോഗ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയാണ്. ആരോഗ്യമന്ത്രി രാജി വേണ്ട നിലപാട് നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി കഴിഞ്ഞു. 4 വർഷമായി രാജി എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരം ആവശ്യത്തിൽ കാര്യമില്ല നിലപാട് നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. ഈ അപകടത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ പോയെങ്കിലും ഈ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ കാണാനോ ഈ അപകടത്തിലേക്ക് പോകാനോ തയ്യാറാകാത്ത വിമർശന വിധേയമായിരുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു വാർത്താക്കുറിപ്പ് സമയം പുറത്തു വന്നിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം സർക്കാർ നൽകും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകും. ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. വലിയ പ്രക്ഷോഭമാണ്, പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പക്ഷേ അത്തരം എല്ലാ ആവശ്യങ്ങളെയും സർക്കാരും CPMും തള്ളുകയാണ്. ഒരു കാരണവശാലും ആരോഗ്യമന്ത്രി രാജിവെക്കില്ല. ഇത്തരമൊരു വിഷയം വളരെ കൃത്യമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് ആരോഗ്യമന്ത്രിയും PN വാസനും വ്യക്തമാക്കിയത്. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അത് തെറ്റായ പ്രചരണം നടത്തുന്നത് ഒരു വിഭാഗം മാധ്യമങ്ങളും UDF ചേർന്നാണ് എന്ന അത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം എന്ന ആരോപണമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ ശക്തിപ്പെടുത്തുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് സഹായം ഉണ്ടാകുമെന്നും ഉറപ്പുവരുത്തുന്നു. അതേസമയം CPMന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യം CPM പാടെ തള്ളുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ അതിക്രമമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും നിർത്തിവെച്ചിട്ടില്ല, വൈകിട്ടുമില്ല. കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്താൻ എടുത്ത സ്വാഭാവിക കാലതാമസം മാത്രമാണ് ഉണ്ടായത്. കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ പ്രചാര വേലകളെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. പ്രതിപക്ഷം പറയാൻ തുടങ്ങി എത്ര കാലമായി? 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയല്ലേ? അതിലൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് കുറിച്ച്. ഇത് കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരവേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? സജീവമായി തുടരാനല്ലേ പറഞ്ഞത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ല വേണ്ടത്. അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുന്ന സാഹചര്യമാണുള്ളത്. മന്ത്രിക്കെതിരെ വിമർശനവും പരിഹാസവുമായി ഇതിനിടെ CPM നേതാക്കളും രംഗത്തെത്തി. മന്ത്രി പോയിട്ട് ഒരു MLA ആയിരിക്കാൻ പോലും വീണയ്ക്ക് യോഗ്യതയില്ല എന്നായിരുന്നു CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വിമർശനം. നടപടി പരിശോധിക്കുമെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം FBയിൽ പങ്കുവച്ച വീഡിയോയും മന്ത്രിയെ ട്രോളുന്നതാണ് എന്ന ചർച്ചയുണ്ട്.